ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സാമ്പാർ പൗഡർ എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കടയിൽ നിന്നും വലിയ വില കൊടുത്താണല്ലോ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ വാങ്ങാറുള്ളത്. പക്ഷേ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിലും മണത്തിലുമുള്ള സാമ്പാർ പൊടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചുരുങ്ങിയ ചിലവിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് 1-2 മാസം ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാനൊരു ചീനച്ചട്ടിയിലാണ് എല്ലാം വറുത്തെടുക്കുന്നത്. അതിനായിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുളകൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എരിവുള്ള 20 ഉണക്കമുളകാണ് ഞാൻ വറക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. ഞാൻ ഈ സാമ്പാർ പൊടിയിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ കട്ടിക്കായമാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ചീനച്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 4-5 വലിയ കഷ്ണം കായം ഇട്ട് വറുത്തെടുക്കണം. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് 1/4 കപ്പ് മുഴുവനോടുള്ള മല്ലിയാണ് വറുത്തെടുക്കുന്നത്. മല്ലിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനിയും പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് 1/4 കപ്പ് പച്ചരിയാണ് വറുത്തെടുക്കുന്നത്. പച്ചരി കഴുകിയിട്ട് വെള്ളമെല്ലാം ഉണങ്ങിയ ശേഷമാണ് വറുത്തെടുക്കുന്നത്. പച്ചരിയും ചെറിയ തീയിലിട്ട് നല്ലവണ്ണം മുരിഞ്ഞ് വരുന്നിടം വരെ വറുത്തെടുക്കണം. അരിയും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനിയും കോരി പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടിയാണ്. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഉലുവയും ജീരകവും കുരുമുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കിച്ചൺ മുഴുവനും. അടുത്തതായിട്ട് 1/4 കപ്പ് കടലപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത്. കടലപ്പരിപ്പും കൂടി മൂത്ത് കിട്ടുന്നിടം വരെ വറുത്തെടുക്കാം. കടലപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ലാസ്റ്റ് 2 തണ്ട് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം. കറിവേപ്പില ഇതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ചൂട് മാറി തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ മഞ്ഞളും കായവും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നിറയെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അടപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ലൊരു സാമ്പാർ പൊടിയുടെ സ്മെല്ലാണ് വരുന്നത്. കെമിക്കൽസ് ഒന്നും കലരാത്ത നല്ല ഒറിജിനൽ സാമ്പാർ പൊടിയാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കി വെക്കുമല്ലോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.